മഴക്കാലത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തേടിയെത്തുന്ന സ്ഥലങ്ങളിലൊന്നാണ് അതിരപ്പള്ളി. അതിനൊപ്പമുള്ള ചാപ്പ വാട്ടർഫോൾസും വാഴച്ചാൽ വാട്ടർഫോൾസും കൂടി കണ്ട ഈ യാത്ര അതിലും മനോഹരമാവും. പക്ഷേ അതിന് ശേഷമുള്ള ഒരു റൂട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഫോറസ്റ്റ് റൂട്ടുകളിലൊന്നാണ്. ഏകദേശം 50 കിലോമീറ്ററോളം ഈ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ മലയ്ക്കപ്പാറ എത്തും, കേരള തമിഴ്നാട് അതിർത്തിയിലെ അവസാന ഗ്രാമം. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പിൽ അതിരപ്പള്ളിയും മലയ്ക്കപ്പാറയും കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതാണ് ഈ വ്ളോഗിലുള്ളത്. പോകുമ്പോൾ ഞങ്ങൾ ഏഴാറ്റുമുഖം വഴി തിരികെ ചാലക്കുടി വഴിയായിരുന്നു യാത്ര. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഹായ്, ഞങ്ങളിപ്പോൾ അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ട് വഴി മലയ്ക്കപ്പാറ പോകുന്ന വഴിയാണ്. അതിരപ്പള്ളി എത്താൻ ഇനിയും ഒരു ഹാഫ് അവർ മാപ്പിലുണ്ട്. ബട്ട് ദെൻ ഓൾറെഡി ഇവിടെ കോടയൊക്കെ കണ്ടു തുടങ്ങി. ചാലക്കുടി ടൗൺ വഴി പോകുന്നതിന് പകരം പലരും തിരഞ്ഞെടുക്കുന്ന ഒരു റൂട്ടാണ് ഈ ഒരു ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം റൂട്ട്. ഇവിടെ ആകുമ്പോൾ ട്രാഫിക്കും കുറവാണ്, അതുകൊണ്ട് തന്നെ ഡ്രൈവിങ്ങും കുറച്ച് പീസ്ഫുൾ ആണ്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സൈഡിൽ കൂടി പോകുന്ന ഈ ഒരു ചാലക്കുടി പുഴ ആൻഡ് ദ ഗ്രീനറി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ റോഡിൻ്റെ പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലായത്. തിരക്കൊന്നുമില്ലെങ്കിലും വഴി കുറച്ച് ഭാഗങ്ങളിൽ നല്ല മോശം തന്നെയാണ്. പക്ഷേ ഈ സൈഡിൽ അടിപൊളി പ്രകൃതി രമണീയത ഉണ്ട്. അങ്ങനെ കുറച്ച് ദൂരം ഈ റൂട്ടിലൂടെ ഓഫ് റോഡൊക്കെ ചെയ്ത് പോയിട്ട് ഞങ്ങൾ വീണ്ടും മെയിൻ റൂട്ടിലെത്തി. അവിടെ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഒരു ചൂട് കട്ടൻ ചായ മേത്തപ്പോഴൊക്കെ കഴിച്ചു. എനർജി കിട്ടാൻ ഇതിന് നല്ല സാധനം വേറെ ഇല്ല. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾ അതിരപ്പള്ളിയിലെത്തി. ഞങ്ങൾ ആക്ച്വലി അതിരപ്പള്ളി വാട്ടർഫോൾ ക്രോസ് ചെയ്തു. മലയ്ക്കപ്പാറ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാം എന്നാണ് പ്രതീക്ഷ. ആൻഡ് ഡ്യൂ ടു സം റീസൺ ഇന്ന് സാറ്റർഡേ ആണ്, ബട്ട് ക്രൗഡ് ഭയങ്കര കുറവാണ്. എന്താന്ന് എനിക്കറിയില്ല. ഫോറസ്റ്റ് റൂട്ട് ഓൾമോസ്റ്റ് തുടങ്ങി. എല്ലായിടത്തും മറ്റേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കാട്ടാന വരും സൂക്ഷിക്കണം എന്നൊക്കെ. നമുക്ക് ആനേനെ കാണണം അല്ലേ? ആനേനെ കാണാൻ മാത്രം മതി, ദൂരെന്ന് കണ്ടാ മതി, അടുത്തേക്ക് വരണമെന്നില്ല. വേറെന്താ സ്പെഷ്യൽ മങ്കിയുടെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. അതിരപ്പള്ളി കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ റോഡിന്റെ സൈഡിൽ തന്നെ ഈ ചാർപ്പ വാട്ടർഫോൾസ് കാണാൻ പറ്റും. അപ്പോൾ തിരിച്ചു വരുന്ന വഴി ഇവിടെ ഇറങ്ങാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങാണ്ട് നേരെ പോയി വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് എത്തി. ഇപ്പോൾ ഇവിടെ നിന്ന് മലയ്ക്കപ്പാറ പോകാനായിട്ട് എൻട്രി പാസ് എടുക്കണം. വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഈ പാസ് കിട്ടും. തിരിച്ചു വരുമ്പോൾ വേറെ പാസ് അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കണം. അങ്ങനെ ഇനി നമുക്ക് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് റൂട്ടിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി മലയ്ക്കപ്പാറ റൂട്ടിലേക്ക് കയറി. ഇനി ഒരു എത്ര കിലോമീറ്റേഴ്സ്? 50 കിലോമീറ്റേഴ്സ് ഉണ്ടല്ലേ? 50 കിലോമീറ്റേഴ്സ് ഉണ്ട് വൺ സൈഡ്. എന്ത് തോന്നുന്നു? നമ്മള് മാത്രമേ ഉള്ളൂ ഈ റോട്ടില്. ആന വരുമോ? പിന്നെ എനിക്ക് ആകെ 2 ഗിയർ അറിയുള്ളൂ, റിവേഴ്സും ഫോർവേഡും. ഇവിടെ ഇപ്പം മൊത്തം കോടയായി. ഉച്ചയ്ക്ക് 12:30 ആയിട്ടുള്ളൂ. ബട്ട് ദിസ് ഇസ് ദ കോട വൈബ്. കോട, അങ്ങോട്ടൊന്നും വ്യൂ ഇല്ല, ജസ്റ്റ് കോട. മലയ്ക്കപ്പാറ 21, വാൽപ്പാറ 47. ഇനി മലയ്ക്കപ്പാറ വ്യൂ പോയിന്റിലേക്ക് വെറും 4 മിനിറ്റ്സ് ഉള്ളൂ. കുറച്ച് ഹെയർ പിൻ്റെ അളവ് പോലെ ഉണ്ട്. മലയ്ക്കപ്പാറ എത്തി. മലയ്ക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ. ഓക്കേ, മാനം ഒന്ന് തെളിഞ്ഞു കേട്ടോ, മഴ കുറച്ച് കുറഞ്ഞു. ഞങ്ങളപ്പോ മലയ്ക്കപ്പാറ ആ ചെക്ക് പോസ്റ്റ് കടന്നു. ആൻഡ് ഞങ്ങൾ വിചാരിച്ചൊരു സാധനമല്ല. ഇവിടെ നിന്നിപ്പോ മൂന്നാർ പോലെ ഫുൾ ടീ പ്ലാന്റേഷനും നല്ല തണുപ്പും കാറ്റും. നമ്മളപ്പോ തമിഴ്നാടിന്റെ ബോർഡർ എത്തി. ബട്ട് നമുക്കിവിടെ കയറണ്ട, നമുക്ക് തിരിച്ചു പോണം. സോ ഇത് കടക്കാൻ വേണ്ടി ആക്ച്വലി പാസ് ആവശ്യമുണ്ട്, ഇ പാസ്. ഞങ്ങളിപ്പോ വണ്ടി വളച്ചു ആൻഡ്
ഈ പാസിനാണ് വെൽക്കം ടു കേരള സ്റ്റേറ്റ്. എൻട്രി. നമ്മള് കേരളത്തിൽ കയറാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന്. അങ്ങനെ 5 മണിക്കൂർ കാർ ഓടിച്ച് ഞങ്ങൾ മലക്കപ്പാറ വില്ലേജ് എത്തി. ഇതാണ് മലക്കപ്പാറ വില്ലേജ്, തമിഴ്നാട് കേരള ബോർഡർ. ഈ ഒരു കോടമഞ്ഞാണ് എല്ലായിടത്തും. ഉച്ചയ്ക്ക് 2 മണിയായിട്ട് വെയിലെന്ന് പറഞ്ഞ സാധനമില്ല. ആൻഡ് ദ വെദർ ഇസ് സോ കോൾഡ്. നമ്മളിവിടെയൊക്കെ ആക്ച്വലി മഴക്കാലത്ത് തന്നെ തണുത്ത കാറ്റ്. ഫ്രഷ് എയർ വെച്ചു. പ്രതീക്ഷിച്ച സാധനം കിട്ടിയില്ല. ഇത് അവിടെ നിന്ന് കോട ഇറങ്ങി വന്നവരുണ്ട്. ഞങ്ങളിവിടെ നല്ല കോട കണ്ട് കാറ് നിർത്തി ഇറങ്ങി 2 വീഡിയോ എടുക്കാൻ നേരത്ത് കോടയെല്ലാം നീങ്ങി അപ്പുറത്തേക്ക് പോയി. ബട്ട് അടിപൊളി വെതറാണ് ഇവിടെ. എൻ്റെ ദൈവം, ഒരു രക്ഷയില്ല. ബെസ്റ്റ് ടൈം ടു വിസിറ്റ് അതിരപ്പള്ളി വാൽപ്പാറ ഏരിയ. ഞങ്ങൾ വന്ന വഴി ഈ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം കണ്ടു. വെരി ഇമ്പോർട്ടൻറ്റ്. അതെ, നല്ല വൃത്തിയുള്ള വാഷ്റൂംസ് ആണ് ഇവിടെ ഉള്ളത്. ഇത് നിയർ വാഴച്ചാൽ എത്താറല്ലേ? യാ, വാഴച്ചാലിന് അടുത്തായിട്ട്. ഈ റോഡ് സൈഡിൽ ഇവിടെ ഒരു പീക്കോക്ക് ചിറക് വിടർത്തുന്ന സീൻ ഞാൻ കാറിലിരുന്ന് കണ്ടു. പക്ഷെ അതിനെ കാണാൻ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയപ്പോ പീക്കോക്ക് പ്രൂഫില്ല, പീക്കോക്ക് ഓടിപ്പോയി. അങ്ങനെ ഞങ്ങൾ വാഴച്ചാൽ വാട്ടർഫോൾസ് എത്തി. ഇത് പെട്ടെന്ന് കണ്ടിട്ട് വേണം അതിരപ്പള്ളി പോവാൻ. ഇവിടെ അപ്പോൾ ഞങ്ങൾ ആക്ച്വലി പെട്ടുപോയേനെ. കാരണം ഇവിടെ റേഞ്ച് ഇല്ല. അപ്പോൾ നമുക്കൊന്നും ഗൂഗിൾ പേ വഴി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ക്യാഷ് ക്യാരി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ പിന്നെ ഭാഗ്യത്തിന് ഇവരുടെ മെഷീൻ എന്തോ പ്രശ്നം ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. ഇന്നത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ഇവരുടെ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി. സോ ക്യാഷ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ വൈഫൈ ഉള്ളത് നമ്മളെ ഭാഗ്യം നോക്കി കയറാൻ പറ്റത്തില്ലായിരുന്നു. ഇത് ഞങ്ങൾ വിചാരിച്ചതിലും ഭയങ്കര അടിപൊളി വാഴച്ചാൽ വാട്ടർഫോൾ. മെമ്മറിയിലുണ്ടായ പണ്ടത്തെ ഇത് വെച്ചാൽ ബട്ട് അതിനെക്കാട്ടും അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ട്. മൊത്തൊരു ഫോറസ്റ്റിന്റെ നടുക്ക്. അപ്പൊ ഇങ്ങനെ നടക്കാനൊക്കെ കുറെ ഏരിയ ഇവിടെ ഉണ്ട് ഇരിക്കാനൊക്കെ. സോ ഗുഡ്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് വേഗം പോവാം. അത് 5:30 അടയ്ക്കും, ഇത് 5 മണിക്ക് അടയ്ക്കും. ഇവിടെ അപ്ഡേറ്റ് അടിപൊളി. അടുത്ത വാട്ടർഫോൾ ആണ് ചർപ്പ വാട്ടർഫോൾ. ഓ അടിപൊളി. അടിപൊളി വാട്ടർഫോൾസ്. കാറി പോകുമ്പോൾ സൈഡിൽ ഇങ്ങനെ കാണാം. ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും വെള്ളം കാണുന്നത് സിൻസ് വി കേം ഇൻ ജൂലൈ. Now we are heading to our last point, which is Adirapalli waterfalls. അത് ചെല്ലുമ്പോൾ നടക്കാതിരുന്ന മതിയായിരുന്നു. സമയം 4:20 But yeah, I love it and it's raining now. അപ്പൊ കുറച്ചും കൂടെ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയി. ഒരു ഇമ്മർഷൻ വരും. ഞങ്ങളിപ്പോ അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എത്തി. കുറച്ച് അടുത്താണ് ഇവിടെ ആക്ച്വലി. ഞങ്ങളിപ്പോൾ അതിരപ്പള്ളിയുടെ താഴെയുള്ള വ്യൂ പോയിന്റിലേക്ക് പോവാണ്. ആൻഡ് കുറച്ചധികം ഈ സ്റ്റെപ്സ് വഴി നമ്മളിങ്ങനെ ഇറങ്ങി നടക്കാനുണ്ട്.
ഇപ്പോൾ ഒരു 10 മിനിറ്റായി ഞങ്ങൾ നടക്കുന്നു, ഇതുവരെ എത്തിയിട്ടില്ല. ബട്ട് ഐ ഗെസ് വി ആർ ക്ലോസ്. Oh my God! ഓ വെള്ളത്തിന് സ്പ്രേ അടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇത് മൊത്തം ആ വെള്ളം തെറിക്കുന്ന വെള്ളമാണത്. അടിപൊളി. നമ്മൾ വന്നപ്പോൾ ലക്കിലി അധികം ആൾക്കാരില്ലായിരുന്നു. വ്യൂ കണ്ടാലും മതിയാവില്ല. ആൻഡ് താഴത്തെ സ്പോട്ടിൽ വരുവാണെങ്കിൽ റെയിൻ കോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നന്നായിരിക്കും. ഫുൾ നനയും ഈ വെള്ളം അടിച്ചിട്ട്. ഇതാണ് അതിരപ്പള്ളിയിലെ ടോപ്പ് സ്റ്റേഷൻ. വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിൽ വന്നാൽ ഈ ഒരു ഇത് നമുക്ക് കിട്ടും. ഇവിടെ നിന്നാണ് വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അതിരപ്പള്ളി വാട്ടർഫോൾസിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ആസ് യൂഷ്വൽ ഉപ്പും മുളകും ഇട്ട മാങ്ങ ഞങ്ങൾ വാങ്ങി. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവാണ് ചാലക്കുടി ഭാഗത്തേക്ക്. Towards home. Yeah, towards home. Okay, bye. Hope you enjoyed this vlog.